ഈ ഒരു വേദിയിൽ, ഈ ഉദ്ഘാടന വേദിയിൽ ഇരിക്കുന്നത് തന്നെ എനിക്ക് വലിയ പുണ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ്. സംസാരിക്കാൻ ഒരിക്കലും ഞാൻ അർഹനല്ല. ഒന്നും കാംക്ഷിച്ചുകൊണ്ടല്ല. പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ സഹോദരങ്ങൾ, അവരുടെയൊക്കെ നേതാവായിട്ട്, അവർക്കൊക്കെ ദീനീപരമായിട്ട് അവരുടെ എല്ലാമായിട്ടുള്ള നേതാവായിട്ടുള്ള അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളാണ് ജിഫ്രി തങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. കാരണം സ്വർഗാവിശേഷികളായിട്ടുള്ള പണ്ഡിതന്മാരാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതും അവരെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ബർക്കത്തും അതുപോലെ തന്നെ പുണ്യവും വളരെ വലുത്. പ്രിയപ്പെട്ടവരെ, സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ തുടക്കം കുറിച്ചുകൊണ്ട് കന്യാകുമാരിയിൽ ഇന്ന് ഉദ്ഘാടനം നടക്കുകയാണ്. ചില ആളുകൾ ബഹിഷ്കരിച്ചു. പക്ഷേ ആ ബഹിഷ്കരണം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്, പാളിയിരിക്കുകയാണ്. ന്യൂസുകളിലൊക്കെ നിങ്ങൾ കണ്ടു, പരിപാടി തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാണക്കാട് തങ്ങന്മാർ പരിപാടി ബഹിഷ്കരിച്ചു എന്ന ന്യൂസുകളാണ് വന്നത്. നമ്മളൊക്കെ ഒന്ന് വിഷമിച്ചിരുന്നു. കാരണം പരിപാടി നടക്കാൻ ഏതാനും മണിക്കൂറുകൾ നിൽക്കെ ഇങ്ങനെ പാണക്കാട് തങ്ങന്മാരിങ്ങനെ ചെയ്യില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. സത്യമായിട്ടും ഈ നളന്തകളുടെ സുഹാബികളുടെ വിലക്കിന് അവർ കൂട്ടുനിൽക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തങ്ങന്മാരവിടെ എത്തും എന്ന് തന്നെയാണ് വിചാരിച്ചത്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റിരുന്നത്. പക്ഷേ അദ്ദേഹം എന്തോ കാരണം കൊണ്ട് അദ്ദേഹം അവിടെ എത്തിയില്ല. അദ്ദേഹം എത്തില്ല എന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ സൂചന ലഭിച്ചിരുന്നു. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു, ജുമാ മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം ഇപ്പോഴും ആ നാട്ടിലാണുള്ളത് എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കണ്ടപ്പോൾ ഉറപ്പായി അദ്ദേഹം വരികയില്ല എന്ന്. എന്നാൽ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട്, എല്ലാ ബഹിഷ്കരണ ആഹ്വാനങ്ങളെയും മറികടന്നുകൊണ്ട്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് പാണക്കാട്ടെ പൂമുത്ത് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ, ആറ്റപ്പൂവിൻ്റെ സീമന്തപുത്രൻ, പരിപാടിക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നളന്തകളുടെ ബഹിഷ്കരണം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പരിപാടി ബഹുഗംഭീരമായി ഉഷാറായി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഈൻ അലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ സദസ്സിൽ നിന്ന് തക്ബീർ ധ്വനികൾ ഉയർന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, എനിക്കിവിടെ പങ്കെടുക്കാൻ സൗഭാഗ്യം ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി കരുതുന്നു എന്ന് പറഞ്ഞപ്പോഴും തക്ബീർ മുഴങ്ങുന്നത് നിങ്ങൾ കണ്ടു. മാത്രമല്ല, നമ്മുടെ എല്ലാം നേതാവ്, ദിശാബോധം നൽകുന്ന നേതൃത്വം, അത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് എന്ന് വളരെ വിനയാന്വിതനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോൾ ആ പാണക്കാടിൻ്റെ എളിമയും ആ പാണക്കാടിൻ്റെ മഹത്വവും ആ പാണക്കാടിൻ്റെ പരിമളവും നമ്മൾ ആ വാക്കുകളിലും ആ എളിമയിലും നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇനിയും അവസാനിച്ചിട്ടില്ല, ഇനിയും ആ പാണക്കാടിൻ്റെ സുഹൃതം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഒരു തോന്നൽ സത്യത്തിൽ നമുക്കപ്പോൾ ഉണ്ടായി. രോമം എഴുന്നേറ്റ് നിന്നു. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കടപ്പാടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും ബഹുമാനപ്പെട്ട മുഈൻ അലി ശിഹാബ് തങ്ങളോട് തോന്നിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാനോ കഞ്ഞി വാങ്ങാനോ അരി വാങ്ങാനോ മറ്റൊന്നല്ല സമസ്ത എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. ആ പ്രസ്ഥാനം ഇവിടെ വിഭാവനം ചെയ്യുന്ന ഒരു ആദർശമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതിൻ്റെ പവർ കൊണ്ടാണ്, ആദർശത്തിൻ്റെ ഓരത്താണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ ഒരൽപ്പം പോലും വെള്ളം ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സയ്യിദുൽ ഉലമക്ക് കീഴിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സൗഭാഗ്യമാണ്. 100 വർഷം ഈ മഹത്തായ പ്രസ്ഥാനം പിന്നിടുമ്പോൾ ആ 100-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ തൗഫീഖ് തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അതിന് പറ്റാത്ത ആളുകൾ അള്ളാഹു തആല എങ്ങനെയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും പുറന്തള്ളുന്നത് എന്ന് അത്ഭുതത്തോടു കൂടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ. അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും അനുഗ്രഹീതരായ ആളുകളുടെ കയ്യിലൂടെ ഈ പ്രസ്ഥാനത്ത് നയിക്കണമേ എന്ന് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇതിനെ രൂപീകരിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥനയിൽ ഉണ്ട് എന്നാണ് മഹാനായ ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്.
3 പ്രാർത്ഥനകളാണ് നടത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെ കരങ്ങളാൽ ഇതിനെ നയിക്കണേ എന്ന്. അത് നമ്മളിപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ഷേഖുന ആലിക്കുട്ടി ഉസ്താദും നിസ്വാർത്ഥരായ ഈ കാലഘട്ടത്തിലെ ഈ സമസ്തയെ നയിക്കാൻ എന്തുകൊണ്ടും പാകതയുള്ള മഹത്വമുള്ള നേതൃത്വമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് കൂടെ നിൽക്കുന്നു. അവരെന്താണോ ആജ്ഞാപിക്കുന്നത് അത് നമ്മൾ അനുസരിക്കുന്നു. ധിക്കാരമില്ല, അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവചിച്ചതുപോലെ കടന്നു വരികയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ അവരെ ഒരു മൂലക്കയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു വളരെ അത്ഭുതകരമായ പല കാഴ്ചകളുമാണ്, പല വാർത്തകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100-ാം വാർഷികം ഒരു സമസ്തയുടെ കറാമത്ത് പ്രകടമാകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. മഹാനായ മൊയ്നലി തങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ, അദ്ദേഹം മുന്നോട്ട് വച്ച ആ പാതയിലൂടെ എല്ലാ പാണക്കാട് സയ്യിദന്മാരും ആ വഴിയിൽ, സമസ്തയുടെ വഴിയിൽ വരും ദിവസങ്ങളിൽ തന്നെ ആ യാത്രയോടൊപ്പം ചേരും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ആഗ്രഹം, നമ്മുടെ പ്രത്യാശ അതാണ്. അതായത് നളന്തകൾ നടത്തിയ ഈ ബഹിഷ്കരണം തീർച്ചയായിട്ടും അത് ഒരിക്കലും ഫലം ചെയ്യില്ല എന്നും അതുകൊണ്ട് സമസ്തക്ക് ഉന്നതമായ വിജയമുണ്ടാവുക മാത്രമാണ് ചെയ്യുക എന്നുള്ള കാര്യം രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കന്യാകുമാരിയിൽ വെച്ചുകൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹിഷ്കരണമെല്ലാം ഒഴിവാക്കി സമസ്തയുടെ കൂടെ എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്ന് കൂടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖാണ് എല്ലാവർക്കും നൽകേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആരെയും നമ്മൾ അകറ്റി നിർത്തുന്നില്ല. നമ്മളായിട്ട് ആരെയും, സമസ്ത ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. എല്ലാവർക്കും അതിൻ്റെതായ അർഹിച്ച പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. സമസ്ത ഒരു പണ്ഡിത സംഘടനയാകുമ്പോൾ തന്നെ മഹാന്മാരായ സയ്യിദന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. പരമാവധി സയ്യിദുൽ ഉലമ സമസ്ത താഴേണ്ട പോലെ താന്നിട്ടുണ്ട്. ഈ പറയുന്ന നളന്തകൾ സമസ്തയുടെ ഈ 100-ാം വാർഷികം പ്രഖ്യാപിച്ചത് മുതൽ ഇവർ കാട്ടിക്കൂട്ടിയ എല്ലാ അക്രമങ്ങളും ഒന്നും മനസ്സിൽ വെക്കാതെ ഇവർക്കൊക്കെ ഓരോരോ പോയിൻ്റുകളിൽ പ്രഭാഷണത്തിന് പോലും ഇവരെ നിശ്ചയിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയ അരിശം വരികയാണ്. പക്ഷേ സമസ്ത കാണിച്ച ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് നമ്മളത് അംഗീകരിക്കുക, നമ്മളത് ഉൾക്കൊള്ളുകയാണ്. കാരണം അതിലെന്തെങ്കിലും ഹൈറുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. എത്രത്തോളം അപ്പോൾ സമസ്ത വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്താൻ സമസ്ത എത്രത്തോളം പ്രയത്നിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. പ്രവർത്തകർക്ക് ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നിട്ടും സമസ്തയാണല്ലോ, മുഷാവറയാണല്ലോ പറയുന്നത്, നേതൃത്വമാണല്ലോ നമ്മളോട് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ അനുസരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തൻ്റെ ഒരൊറ്റ പ്രവർത്തകനും അതിനൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, അത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ട് സമസ്തൻ്റെ തലയിൽ കയറി നിരങ്ങാൻ ഒരിക്കലും സമസ്തയുടെ മക്കൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന് മുന്നോട്ട് പോകണം. അതിന് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.